വെൽക്കം ടു സിൽക്കിനിസ് കിറ്റൂർ ആലുവ. ഇന്ന് അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത്. എല്ലാം കോട്ടൺ സെറ്റ്സ് ആണ് കേട്ടോ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് അൺസ്റ്റിച്ചഡ് വൺസ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനത്തെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. നല്ലൊരു നേവി ബ്ലൂ ആയിട്ടുള്ളൊരു ചോപ്പാണ്. ഇത് നമുക്കിവിടെ ഒരു പാച്ച് വർക്കാണ് പോകുന്നത്. ഇവിടെ നമുക്കൊരു ത്രെഡഡ് ആയിട്ട് കുറച്ചൊരു ഗോൾഡൻ സീക്വൻസ് വർക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഈ മിറർ വർക്ക് തന്നെയാണ്. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ത്രെഡും പിന്നീട് മെറൂൺ ത്രെഡ്സ് ആയിട്ട് ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു മിറർ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറുതായിട്ടൊരു സീക്വൻസ് വർക്ക് പോകുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പ് പാർട്ട് തന്നെയാണിത്. ഇതിൻ്റെ ഷോള് നോക്കിക്കോളൂ, അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് ലൈറ്റായിട്ടൊരു ഗോൾഡൻ പെയിൻറ്റ് വർക്കായിട്ട് ഇങ്ങനെ ഉള്ളൊരു ഷോളാണിത്. ഇവിടെ നമുക്കിതിന് എൻഡ് പാർട്ടിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്കാണ് പോകുന്നത്. മൾട്ടി കളേർഡായിട്ടൊരു പാച്ച് വർക്ക് ഇങ്ങനെ പോകുമ്പോഴത് വളരെ സ്റ്റൈലിഷായിട്ട് നമുക്ക് ഉള്ളൊരു ഷോൾ തന്നെയാണ്. ഇവിടെയും നമുക്ക് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ഇതിൻ്റെ ഓൾ ബോർഡേഴ്സിൽ നമുക്ക് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് പോകുന്നുണ്ട്. ഈ ഷോളിൻ്റെ ബാക്ക് സൈഡ് ശരിക്കും പ്ലെയിൻ തന്നെയാണ് കേട്ടോ. ഈ ഫ്രണ്ട് പാർട്ടിലാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ പോകുന്നത്. ഇതിൻ്റെ 2 എൻഡ്സിൽ ഇങ്ങനൊരു ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി പെയർ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, നല്ല രസമുള്ളൊരു ഐറ്റമാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനൊരു പ്ലെയിൻ മെറൂൺ കളർ കോട്ടൺ മെറ്റീരിയലാണ്. നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. ഇത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ്. കോട്ടൺ മെറ്റീരിയലാണ്. ഇതിനകത്ത് നമുക്ക് മിറർ വർക്ക് പോകുന്നുണ്ട്. ഒരു ലെങ്ത് വൈസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ താഴേക്ക് എൻഡ് വരെ നമുക്ക് ഇങ്ങനെ ഒരു മിറർ വർക്ക് പോകുന്നുണ്ട്. നല്ലൊരു മെറൂണിഷ് റെഡ് എന്ന് പറയാം. അതിനകത്ത് നമുക്ക് ഈ ചുങ്കുടി ഡിസൈൻസ് വരുമ്പോൾ നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇടയ്ക്കുള്ളൊരു സർക്കുലർ പാറ്റേൺ ആണ് പോകുന്നത്. ഇതിൻ്റെ ഷോള് വരുന്നത് നമ്മൾ ആ ബാക്ക് സൈഡിൽ കണ്ട സെയിം ഡിസൈനാണ് പോകുന്നത്. എന്നിട്ട് നമുക്കിങ്ങനെ ആ ഒരു പാർട്ടാണ് ലോവർ സൈഡിൽ വരുന്നത്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഷോള് വരുന്നത്. ഇതിന് പെയറിംഗ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. സെയിം ഡിസൈൻ്റെ കോട്ടൺ. ഇതിൻ്റെ മൾട്ടി കളേഴ്സ് ഉണ്ട്. ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലൂ, ഡീപ്പ് ബ്ലൂ വിത്ത് വൈറ്റ്. ഇതിൻ്റെ ഷോൾ ഇങ്ങനെ വരും, ബോട്ടം ഇങ്ങനെ വരും. വേറൊരു ഷെയ്ഡുള്ളത് നമുക്കൊരു ഡാർക്ക് മെറൂൺ എന്ന് പറയാം. ഡാർക്ക് മെറൂൺ. അതിൻ്റെ ഷോള് വരുന്നത് ഇതാ ഇങ്ങനെ തന്നെ വരും. പാറ്റേൺ തന്നെ വരും. അത് തന്നെ നമുക്ക് അതിൻ്റെ ബോട്ടവും വരുന്നത്. പിന്നെ വരുന്നത് അതിൻ്റെ ബ്ലാക്ക് ആൻഡ് ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നെക്സ്റ്റ് സെറ്റുണ്ട്. നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. നല്ലൊരു ക്രീം കളേർഡായിട്ടൊരു ചോപ്പാണ് വരുന്നത്. ഇത് നമുക്ക് നെക്ക് പാർട്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് പോകുന്നത്. ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ട് നമുക്കൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും പോകുന്നുണ്ട്. അതുപോലെ ഈ ഫ്ലോറൽ പാറ്റേണിനുള്ളിലൊക്കെ ആയിട്ട് ചെറുതായിട്ടൊരു സീക്വൻസ് വർക്ക് പോലെ ഒരു മിറർ ഇഫക്റ്റ്, മിറേഴ്സ് ഒരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട്. ഇത്രയും ഏരിയ അങ്ങനെ പോയിട്ട് നമുക്കിവിടെ ബോഡിയിൽ നമുക്ക് കാണുമ്പോഴറിയാം ഇവിടെ ഒരു നമുക്കൊരു ഷാഡോ ഇഫക്റ്റ് കിട്ടുന്ന രീതിയിലൊരു ത്രെഡ് വർക്കാണ് പോകുന്നത്. ബാക്ക് സൈഡ് നോക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇതാ നോക്കിക്കൊടുത്ത് ത്രെഡ് വീവിങ് ആണ്. അത് നമുക്കിങ്ങനെ ഒരു ഇഫക്റ്റ് കിട്ടുവാണ്. അങ്ങനെ ഒരു പാറ്റേൺ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ മിറർ വർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ ലോവർ പാർട്ടിൽ നമുക്ക് ഒരു ക്രോഷേ ലേസും ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേണാണ്, ത്രെഡ് പാറ്റേണാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെ സീക്വൻസ് ഇല്ലാതെ ഉള്ളൊരു ഡിസൈനാണ് പോകുന്നത്. ഇത് നല്ല രസമായിട്ടുള്ളൊരു സെറ്റ് തന്നെയാണ്. നോക്കിക്കോളൂ, ഈ ഒരു കോമ്പിനേഷൻ തന്നെ വളരെ രസമുള്ളൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ സ്ലീവ്സ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും വരിക. കണ്ടോ, വേറൊരു പാറ്റേൺ വന്നിട്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു സ്റ്റൈൽ ഫീൽ ചെയ്യുന്ന രീതിയിലൊരു ഡിസൈനാണ് സ്ലീവ്സിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല കോട്ട മെറ്റീരിയലിലാണ് ഇങ്ങനെ വരും.
ഇതിൻ്റെ 4 സൈഡ്സിലും ഇങ്ങനെ ഒരു ക്രോഷ്യ ലേസ് വർക്ക് കളറ് പോകുന്നുണ്ട്. ഒരു ക്രീം ആൻഡ് ഒരു മെറൂൺ ഷെയ്ഡ് വരുമ്പോൾ നല്ല രസമായിട്ട് നമുക്കത് പെയർ ചെയ്ത് ഇടാവുന്ന ഒരു സെറ്റാണിത്. ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളേർഡ് കോട്ടൺ മെറ്റീരിയൽ. ഇതിൻ്റെ നമ്മൾക്ക് ലെഗ് പാർട്ടിൻ്റെ എൻഡിൽ നമുക്ക് താഴെയായിട്ട് നമുക്ക് ഇങ്ങനൊരു ഡിസൈൻ പോകും. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ നല്ലൊരു കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് ഷോൾ ആൻഡ് ബോട്ടം ഐറ്റമാണത്. നോക്കിക്കോളൂ, നല്ലൊരു കോട്ടൺ ലൈലാക്ക് കളറിലുള്ളൊരു ചുരിദാർ മെറ്റീരിയലാണിത്. ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ നെക്ക് പാർട്ടിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് പോയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലൈലാക്ക് കളറിൽ തന്നെ സീക്വൻസ് വർക്ക് പോകുന്നുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ബീഡ് ബോക്സും പോയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേണിൽ ബീഡ് ബോക്സും സീക്വൻസും ആയിട്ട് ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ്. ഇതൊക്കെ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഈ പാർട്ടിലും ഇതുപോലെ ആ ഒരു പാറ്റേൺ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെൽഫ് പ്രിൻ്റായിട്ടൊരു കുറച്ചും കൂടി ലൈറ്റായിട്ടൊരു ലൈലാക്ക് കളർ ആ ഒരു വർക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിനായിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടോപ്പ് പോകുന്നത്. ഇതിൻ്റെ ഷോള് വരുന്നത് നല്ലൊരു നെറ്റ് കോട്ടയാണ്. ഇതിനകത്ത് നമുക്ക് ഈ സൈഡിൽ കണ്ടാവും നല്ലൊരു കോമ്പിനേഷനിൽ ഇത് ചെയ്തിരിക്കുന്നതാണ്. ഒരു സ്കാലപ്പ് വർക്ക് പോയിട്ട് നമുക്ക് ഈ സീക്വൻസ് വർക്ക് പോകുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഷോളാണ് വരുന്നത്. ഈ ഷോളിനും ഇടയ്ക്ക് നമുക്ക് ഇങ്ങനൊരു ചെറുതായിട്ടൊരു ബീഡ് ബോക്സ് സർക്കുലർ പാറ്റേണിൽ പോകുമ്പോൾ ഇത് നല്ലൊരു പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷോളാണ് ഇതിന് വരുന്നത്. ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഒരു സ്റ്റൈൽ വരുമ്പോൾ. ഇതാ ഇങ്ങനെ സ്കാലപ്പ് വരുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഒരു കുറച്ച് കളർ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് കൊടുത്തപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഫീൽ തന്നെയാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ലൈലാക്ക് കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ നോക്കിക്കോളൂ, നല്ലൊരു പിസ്ത ഗ്രീൻ വിത്ത് കുറച്ചുകൂടി ഡാർക്കായിട്ടൊരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു വർക്കാണ് ഇതിന് പോകുന്നത്. ഇതിൻ്റെ ആ ഒരു സീക്വൻസ് കളേഴ്സ് നോക്കിക്കോളൂ, നല്ല രസമായിട്ട് ഇതിൻ്റെ ഒരു സീക്വൻസ് ഇവിടെ വരുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ വർക്കും ഇതൊക്കെയാണ് പോകുന്നത്. സെയിം പാറ്റേൺ ആണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഷോൾ വരുമ്പോൾ ദാ ഇങ്ങനെ നല്ലൊരു ഷെയ്ഡിലാണ് ഇത് ചെയ്ത് പോയിരിക്കുന്നത്. ഡാർക്ക് കളർ ഇവിടെ സൈഡിൽ വരുമ്പോൾ അതിന് തൊട്ടിപ്പുറത്തായിട്ട് ആ സീക്വൻസ് കൊണ്ട് വരുമ്പോൾ വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയാവുന്നൊരു ഷോളും. അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനൊരു പ്ലെയിൻ കളേർഡായിട്ട്. നെക്സ്റ്റ് കളർ നോക്കിക്കോളൂ, ഒരു പീച്ച് കളേർഡാണ്. പീച്ച് കളേർഡായിട്ടുള്ളതിൻ്റെ സെയിം പാറ്റേൺ. അതിൻ്റെ ആ ഒരു കട്ട് വർക്കും കട്ട് വർക്കല്ല, ഇതിൻ്റെ ബീഡ് വർക്കും സീക്വൻസ് വർക്കൊക്കെ നോക്കുമ്പോൾ ഇങ്ങനൊരു സ്റ്റൈലാണ്. ഇതിൻ്റെ വരുന്നത് ഇതാ ഇങ്ങനെ പ്ലെയിൻ പീച്ച് കളേർഡ് കോട്ടൺ മെറ്റീരിയൽ. നെക്സ്റ്റ് വൺ ലിനൻ കോട്ടണിലുള്ള നല്ലൊരു സെറ്റാണ്. ഇതിനകത്ത് നമുക്കിങ്ങനെ ഒരു നെക്ക് പാറ്റേൺ സർക്കുലർ ഷേപ്പിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ബുള്ളിയൻ നോട്ട് കൊണ്ടും ലേസി ഡേസി നോട്ട്സൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനൊരു പാറ്റേൺ ആണ് പോകുന്നത്. ഇതിനകത്ത് ഇങ്ങനൊരു വീവിങ്ങും പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു നല്ലൊരു കളർ, ഇടയ്ക്ക് കുറച്ചൊരു സീക്വൻസ് വർക്ക്, അത്ര വിസിബിൾ അല്ലാത്ത 1-2 സീക്വൻസ് വർക്കുകളും ഈ പാർട്ടിൽ നമുക്ക് പോകുന്നുണ്ട്. നല്ലൊരു ടോപ്പാണ് ഈ വരുന്നത്. ഇതിൻ്റെ ഷോൾ വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ എന്ന് തന്നെ പറയാം. ഇത് നമുക്ക് മെഷീൻ ക്രോസ് സ്റ്റിച്ചായിട്ടൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് പോകുന്നത്. മെഷീൻ വർക്കാണ്, ബട്ട് ക്രോസ് സ്റ്റിച്ച് ലുക്ക്. ഡീപ്പ് നേവി ബ്ലൂ ആൻഡ് ഒരു പീക്കോക്ക്, ലൈറ്റ് പീക്കോക്ക് ബ്ലൂ ഗ്രീൻ ഷെയ്ഡിൽ ഫുൾ നമുക്ക് ഈ ഷോള് കംപ്ലീറ്റ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ വേറൊരു രസമുള്ളൊരു പാട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ലോവർ എൻഡിൽ ഇങ്ങനെ നല്ലൊരു ലേസ് വർക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെയർ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ എൻഡ് ഇങ്ങനൊരു പാറ്റേണിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടി വരുമ്പോഴേക്കും വളരെ രസമായിട്ടൊരു കോമ്പിനേഷനാണ് പോകുന്നത്. ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്കിൽ ആ സെയിം ബ്ലൂ കളേർഡാണ് കേട്ടോ. നല്ല രസമായിട്ട് ഇത് പെയർ ചെയ്യാൻ പറ്റും. ഇതാ ഇങ്ങനെ ഇരിക്കും ടോപ്പ്, ഷോൾ ആൻഡ് ബോട്ടം. നെക്സ്റ്റ് വൺ നല്ലൊരു കോട്ടൺ സെറ്റാണ് ഇത് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റായിട്ട് ഒരു ഓറഞ്ചിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയാം. ആ ഒരു
സ്ക്രീനിൽ കാണുന്ന കളേഴ്സ് തന്നെയാണ് ഇവിടെ നമുക്ക് ലോവർ പാർട്ടിൽ ബാറ്റിക് പ്രിൻ്റായിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ട് വരുന്നത്. ഇതിൻ്റെ അതർ സൈഡിൽ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ ഡിസൈൻ മാത്രമാണ് പോകുന്നത്. ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ടൊരു ചോപ്പ് പാർട്ടാണ് വരുന്നത്, ചോപ്പാണിത്. ഇതിൻ്റെ പെയറായിട്ട് വന്നിരിക്കുന്ന ഷോൾ വരുന്നത് ഇത് ബോട്ടമാണ് കേട്ടോ. ഇത് ഷോൾ ഇതാണ്. ഷോൾ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്മേൽ ബാറ്റിക് പ്രിൻ്റാണ്. ഇത് ഡബിൾ ഷെയ്ഡഡ് ആയിട്ടൊരു ഷോളാണ് വരുന്നത്. ഇതിൻ്റെ മിഡിൽ പാർട്ടിൽ നമുക്കിങ്ങനെ ഒരു ഡീപ്പ് വയലറ്റ് എന്ന് പറയാം. ഈ സ്ക്രീനിൽ കാണുന്ന സെയിം കളർ തന്നെയാണ്. അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ബാറ്റിക് പ്രിൻറ്റ്സ് പോകുന്നുണ്ട്. എൻസിൽ ഈ കളറായിട്ട് ഉള്ളൊരു ഷോളാണ് വരുന്നത്. ഇതാ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു പെയറിങ് വരിക. ഇതിൻ്റെ ബോട്ടമാണ് ഇത്. ഇത് നല്ല കോട്ടണിൽ സെയിം ഷോളിൽ കാണുന്ന സെയിം പ്രിൻറ്റ് പോയിരിക്കുകയാണ്. ഒരു ഡീപ്പ് വയലറ്റ് ഷെയ്ഡാണിത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാ ഇതിങ്ങനെ ഒരു കളറാണ്. ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഇങ്ങനെ വരുന്നു. ഇത് നമുക്ക് ബാക്ക് സൈഡിൽ സെയിം ഇങ്ങനൊരു പാറ്റേൺ പോകുന്നുണ്ട്. ഇതാ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഷോൾ വരുന്നത് ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് ഈ ഒരു കളറിന് മാച്ചിങ് ആയിട്ട് എൻറ്റും മിഡിൽ പാർട്ടിൽ നമുക്കൊരു മജന്ത, ഡീപ്പ് മജന്ത എന്ന് പറയാവുന്ന ഒരു കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഷോള്. ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഒരു സ്റ്റൈൽ. ഇതിൻ്റെ ബോട്ടം ആ ഒരു ഡീപ്പ് മജന്ത സ്റ്റൈലിൽ ഇങ്ങനത്തെ ബാട്ടിക് പ്രിൻ്റ് ആയിട്ടൊരു ബോട്ടമാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇതിൻ്റെ ഒരു വേറൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. നല്ലൊരു കളറാണ്. ഇതിങ്ങനെ ഒരു പാറ്റേൺ പോകുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ പ്ലെയിൻ വന്നിട്ട് ഈ ഒരു പ്രിൻ്റാണ് പോകുന്നത്. ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു പ്രിൻ്റാണ് ഇതിന് പോകുന്നത്. ഇതിൻ്റെ ഷോൾ വരുന്നത് സിംഗിൾ കളേർഡാണ് കേട്ടോ ഇതിനകത്ത്. മറ്റതിന് രണ്ടിനും നമ്മൾ ഡബിൾ ഷെയ്ഡഡ് ആയിട്ടൊരു ഷോളാണ് കണ്ടത്. ഇത് സിംഗിൾ കളേർഡായിട്ട് ഷോൾ ഇങ്ങനെ വരും, ബാറ്റിക് പ്രിൻറ്റ്സ് ആയിട്ട്. ലോവർ പാർട്ടിലും സൈഡ്സിലൊക്കെ ഇങ്ങനൊരു ഡിസൈനാണ് പോകുന്നത്. ഇതിൻ്റെ ബോട്ടം വരുന്നത് നല്ല സെയിം കളർ ഡീപ്പ് ബ്ലൂ. അതിനകത്ത് നമുക്ക് ബാറ്റിക് പ്രിൻ്റായിട്ട് ഇങ്ങനൊരു പെയറിംഗ് ആണ് പോകുന്നത്. ഇതിൻ്റെ ഈ സൈഡാണ് കേട്ടോ ഫ്രണ്ട് പാർട്ട് വരുന്നത്. ഇങ്ങനെ വരും ഷോള്, നമുക്ക് ഇങ്ങനെ വരും. ബോട്ടം ഇങ്ങനെ. നെക്സ്റ്റ് വൺ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് പോകുന്നത്. നല്ലൊരു ക്രീം ഷെയ്ഡിൽ ഇങ്ങനൊരു സ്ട്രൈപ്പ്ഡ് പാറ്റേൺസ് ആണ് പോകുന്നത്. അതിനകത്ത് നമുക്ക് ഇടയ്ക്ക് നമുക്കൊരു മെഷീൻ എംബ്രോയ്ഡറി ആയിട്ട് നമുക്ക് ക്രീം കളറിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വളരെ നൈസായിട്ടുള്ളൊരു സീക്വൻസ് വർക്ക്, അത്ര വിസിബിൾ അല്ലാതെ തന്നെ കുറച്ചൊക്കെ ഒരു സീക്വൻസ് വർക്ക് പോകുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അങ്ങനൊരു വർക്ക് പോകുന്നുണ്ടെന്ന് അറിയുള്ളൂ, സീക്വൻസ് വർക്ക്. പക്ഷേ നമുക്ക് സീക്വൻസ് വർക്ക് അതിനകത്ത് ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്കത് കാണാം. ഇതിൻ്റെ ലോവർ പാർട്ട് നല്ല രസമായിട്ട് ഇങ്ങനൊരു വർക്കാണ് പോകുന്നത്. ഇത് നമ്മൾ ലൈനിങ് ഇടുമ്പോഴേ ഇവിടെ വരെ ഇട്ടിട്ട് ബാക്കി തയ്ച്ചാൽ നല്ല രസമായിട്ട് നമുക്ക് ഈ ലോവർ പാർട്ട് കിട്ടും. ഇതിൻ്റെ അതർ സൈഡിൽ വരുമ്പോൾ ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ആണ്. ഫ്രണ്ട് പാർട്ടിലാണ് ഇത്രയും രസമായിട്ടൊരു പാറ്റേൺ വന്നിട്ട് ലോവർ പാർട്ടിൽ ഇങ്ങനെ രസമായിട്ടൊരു പാറ്റേൺ പോകുന്നത്. ഇതിൻ്റെ ഷോളും നല്ല രസമുള്ളൊരു ഷോളാണ്. സ്കാലപ്പ്ഡായിട്ട് മെഷീൻ എംബ്രോയ്ഡറി ഫുൾ വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത്. ഇതിൻ്റെ 2 സൈഡ്സിലാണ് ഇങ്ങനെ സ്കാലപ്പ്ഡ് വർക്ക് പോകുന്നത്. ഇതിൻ്റെ എൻസിൽ നമുക്കില്ല വർക്ക്, ഇങ്ങനത്തെ ഒരു വർക്ക് പോകുന്നില്ല, സ്കാലപ്പിംഗ് പോകുന്നില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെയറിങ് വരിക. ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ കോട്ടൺ ക്രീം അല്ലെങ്കിൽ ഓഫ് വൈറ്റ് എന്ന് പറയാം. ക്രീം എന്ന് പറയാനില്ല, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണിത്. നമുക്കപ്പോൾ ഈ സെറ്റുകളെല്ലാം നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. സിൽക്കിനെസ് സ്റ്റിച്ചിലേക്ക് വരിക,
നമ്മുടെ ഷോപ്പ് വരുന്നത് ആലുവ പ്രൈവറ്റ് സ്റ്റാൻഡിനടുത്ത് അർബൻ ബാങ്ക് ബിൽഡിങ്ങിലാണ്. അതല്ലെങ്കിൽ ഓൺലൈൻ അവൈലബിൾ ആണ്. ഓൺലൈൻ വേണ്ടവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഏത് വീഡിയോയിലായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക. ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 7907863708. ഓക്കെ, താങ്ക് യു.